ഞാൻ ശരിക്കും സാഹസം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴാണ് ഇതിന്റെ കഥ കേൾക്കുന്നത്. അപ്പൊ അന്ന് ആദ്യം കേട്ട കഥ ഇതായിരുന്നില്ല. അപ്പോൾ പിന്നീട് നമ്മൾ വേറൊരു പ്രോജക്റ്റ് വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഇരുന്നത്. പിന്നീട് ഒരു മാസത്തിന് ശേഷം ഈ സബ്ജക്റ്റിലേക്ക് എത്തി. അപ്പോൾ ഞാനും ഇങ്ങനത്തെ ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരു പടം ചെയ്തിട്ട് കുറെ നാളായി. അപ്പോൾ ഐ ഫെൽറ്റ് ദറ്റ് ഒരു ഫൺ ഫിലിമിന്റെ ഭാഗമാവണം. പിന്നെ ഇതിന്റെ ഒരു മെയിൻ കാര്യം നമ്മൾ പറയില്ലേ, ചില എങ്ങനെ പറയും, ഇപ്പോൾ നമ്മൾ ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നു, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കഥ ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവമായിരുന്നു സ്ക്രിപ്റ്റിംഗ് കേൾക്കുമ്പോൾ തോന്നിയത്. നമ്മൾ ചിലപ്പോൾ കാണുന്ന ഈ വിഷ്വൽസും ഈ ഫൺ എലിമെന്റ് മാത്രമല്ലാണ്ട് ദർ ഇസ് എ സ്റ്റോറി ഇൻസൈഡ്. അത് ആ കഥയുമായിട്ടാണ് സൂരജ് വരുന്നത്, ഈ ക്യാരക്ടർ ക്യാമ്പസിലേക്ക് വരുന്നത്. അത് പതുക്കെ പതുക്കെ റിവീൽ ചെയ്ത് വരുന്നൊരു സിനിമയാണ്. ഐ മീൻ അങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജും ഈ പടത്തിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചത്. സോ പറയാൻ പറ്റില്ല, നമ്മൾ ഈ ഇത്രയും വലിയ ബഹളങ്ങൾ, ഇത്രയും വലിയ സിനിമകളുടെ ഇടയിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചെറിയ സിനിമ വന്നിട്ട് അതങ്ങ് കയറി ക്ലിക്ക് ആവാനുള്ള ഒരു പോസിബിലിറ്റി അങ്ങനെ നമ്മൾ കാണുന്നു. അതിനെപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ടത് പ്രസന്റ് മീഡിയയിൽ നിന്നാണ്. അത് രണ്ട് രീതിയിൽ നോക്കുമ്പോൾ ഈ പടത്തിൽ പ്രത്യേകിച്ച് ഞാനൊരു പടം കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ലിസ് ചേച്ചിനെ മീറ്റ് ചെയ്തപ്പോൾ ലിസ് ചേച്ചി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രോജക്റ്റ് നന്നായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ CM ഗ്ലോബൽ മൂവീസ് വീണ്ടും എത്രയോ പടങ്ങൾ ചെയ്യും. എനിക്ക് എപ്പോഴും, ഞാൻ അങ്ങനെ സിനിമേനെ കാണുന്ന ഒരു ആളാണ്. എന്ന് വെച്ചാൽ വേറെ ഏതെയോ ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ വന്ന് ഒരു പടം കാശ് ഇറക്കി പോകുന്നു, അയാൾക്ക് പ്ലസോ മൈനസോ മൈനസായ പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല. പക്ഷെ ചേച്ചി അങ്ങനെയല്ല. ചേച്ചി വീണ്ടും സിനിമകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്ന ഒരു പ്രൊഡ്യൂസറാണ്. അമലിന്റെയും ചേച്ചിയുടെയും ഇത് രണ്ടാമത്തെ റിലീസാണ്. അമൽ ഒന്നിരണ്ട് വേറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പല കാൽക്കുലേഷൻസ് വെച്ച് നോക്കിയപ്പോൾ ഐ തോട്ട് ദാറ്റ് ദിസ് ഷുഡ് വിൻ, ദിസ് ഷുഡ് ബി മൈ ഫിലിം, ഐ മീൻ ഐ ഷുഡ് ബി പാർട്ട് ഓഫ് ഇറ്റ് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ പല ചിന്തകളിലൂടെയാണ് ഞാൻ ഇത് ഒന്ന് കമ്മിറ്റ് ചെയ്തത്. പിന്നെ വന്നതിന് ശേഷം ഐ ലവ് ഒരാളാണ്. ഇപ്പൊ ഞാൻ ഈ ചെയ്ത സാഹസം തന്നെ ആയാലും ശരി, എക്കോ ആയാലും ശരി, ഫാർമയായാലും ശരി, ഇത് ഈ പറഞ്ഞ പോലെ ആഘോഷം എന്ന് പറഞ്ഞ ടൈറ്റിലിന് ഉചിതമായ രീതിയിലായിരുന്നു ഇതിന്റെ ലൊക്കേഷനും ഇതിന്റെ സെറ്റപ്പും. ഇത് വർക്ക് ചെയ്ത ആൾക്കാരും, അതിൽ നിന്ന് കുറെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇതിലുള്ള കുറെ സീനിയർ ആക്ടേഴ്സ് ഉണ്ട്, ഇവരുമായിട്ടുള്ള ഒരു കോഡ്ഷിപ്പും. അപ്പോൾ നമ്മൾക്ക് പിന്നീട് നോക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ ഓർക്കാവുന്ന മനോഹരമായ കുറെ മുഹൂർത്തങ്ങൾ നൽകിയ ഒരു സിനിമയാണ് ആഘോഷം. പിന്നെ ചോദിച്ച ചോദ്യത്തിന് നമ്മൾ പല ജോണേഴ്സും ട്രൈ ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ജോണർ എനിക്കും ഒരു പുതുമയാണ്. സോ ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമാവുന്നത് എനിക്കും ഒരു പുതുമയാണ്. അപ്പൊ അതുകൊണ്ടായിരുന്നു ഇതിലേക്ക് വന്നത്. താങ്ക് യു. ചേട്ടാ, ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ഞാനും അമലും എനിക്ക് ആദ്യമായിട്ട് ഇതുപോലെ ഒരു ലീഡ് കഥാപാത്രം ചെയ്യാൻ ഇങ്ങനെ ഒരു കഥ വന്നു. ഞാനും അമലുമായിട്ട് ഡിസ്കസ് ചെയ്തു, നമുക്ക് പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ പറ്റി. അതിനുശേഷമാണ് നമുക്ക് രണ്ടാമത് എങ്ങനെ ഒരു നല്ലൊരു സിനിമ കൂടി എടുത്ത് ചെയ്യണം, നമുക്ക് എന്താണ് പരിപാടി എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് സ്റ്റീഫൻ ദേവസിയാണ് എനിക്ക് ചേച്ചീനെ പരിചയപ്പെടുത്തി തരുന്നത്. ഞാൻ ചേച്ചിയായിട്ട് സംസാരിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ചേച്ചിയുടെ മനസ്സിൽ ഒരു കഥയുണ്ട്, നിങ്ങൾ കേട്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചേച്ചിയെ കണ്ടു. ചേച്ചി ഈ കഥ പറഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും ഒരുപാട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊജക്റ്റായി മാറി. അപ്പോൾ ചേച്ചി തന്നെ പറഞ്ഞു, അത് അമല തന്നെ തിരക്കഥ എഴുത്, എന്നിട്ട് അത് ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ എന്നും ചെയ്തുകൊണ്ടിരുന്ന ഇത്തരം കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥിരമായി വില്ലൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നായകന്റെ അടുത്ത് പോയി അടിമേടിക്കുന്ന പരിപാടികളൊക്കെ മാറി എനിക്ക് ഇതും കൂടി പറ്റുമെന്ന് തെളിയിക്കാൻ ഒരു കഥാപാത്രം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കഥ കേട്ട വഴി ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചു മേടിച്ചതാണ് ഈ വള്ളിയിലച്ഛന്റെ കഥാപാത്രം. അത് എന്നെ വിശ്വസിച്ച് തന്ന അമലും ചേച്ചിക്ക് ഒരുപാട് നന്ദി. അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഗംഭീരാവട്ടെ. താങ്ക് യു. കോളേജില് ഞാൻ കോളേജുമായിട്ട് ബന്ധപ്പെട്ട അധ്യാപകനോ സ്റ്റുഡൻ്റ് ആയിട്ട് വേണേ പിന്നെ വിശ്വസിക്കും. ഞാൻ പറഞ്ഞില്ലേ, കോളേജിലെ ക്യാൻറ്റീനിൽ നടത്തുന്ന ഒരാളായിട്ടാണ്. അപ്പം ആ ക്യാരക്ടറിന് ഒരു റോളുണ്ട്. ഐ മീൻ റോൾ ഇൻ ദ സെൻസ്, ആ
ത്രൂ ഔട്ട് ഒരു സിനിമയിൽ അത് പതുക്കെ പതുക്കെ റിവീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം എന്തുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നതെന്നും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ സിനിമയിലാണ് പറയുന്നത്. പണിയുമായിട്ട് അതെ, ആക്ച്വലി പണിയുമായിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ഒരു ക്യാരക്ടറാണ്. സുമതി ഉള്ളതിൽ ഞാൻ ചെയ്തൊരു പോലീസ് ക്യാരക്ടറാണ്. ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത്. പിന്നെ പേര് പോലെ തന്നെ ഞാൻ എല്ലാ സിനിമകളും ചെയ്യുന്നത് ഞാൻ ആഘോഷിച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഈ അഭിനയം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി തിരഞ്ഞെടുത്തിരിക്കുന്നതന്നെ ഓരോ സിനിമകളും ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആഘോഷവും എനിക്ക് അങ്ങനെ ഒരു സിനിമയായിരുന്നു. അതുപോലുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും കൂടെ, പ്രൊഡ്യൂസേഴ്സ് തൊട്ട് ഇതിൽ അഭിനയിച്ച ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാർ വരെ എല്ലാവരും, ആർക്കും കാറ്റഗറൈസേഷൻ ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരേ ലെവലിൽ നിന്ന് വർക്ക് ചെയ്തൊരു സിനിമയാണ്. അപ്പം നരേൻ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ചാക്കോ മാഷിൻ്റെ 50 പവനടിക്ക് നമ്മുടെ ഒരു മുങ്ങിപ്പോരെന്ന് പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മീഡിയയുടെ സപ്പോർട്ട് വേണം. ഇത് മാക്സിമം ജനങ്ങളിൽ എത്തിക്കുക. ഇതൊരു സിനിമ നല്ലൊരു എൻ്റർടൈനർ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. സിനിമ ഞാൻ ഫൈനൽ ടോട്ടൽ കണ്ടില്ല, ബട്ട് ഞങ്ങളെല്ലാവരും ചെയ്ത, നമ്മൾ അഭിനയിച്ച ഏരിയകളെല്ലാം നമുക്കറിയാവുന്നതുകൊണ്ട് ഒരു ഹലോ ഹലോ. വലിയ കമൽ ഹാസൻ ഫാൻ ആണെന്ന് അറിയാം. അപ്പോൾ ഈ പ്രൊഫസർ റോൾസ് ഒക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ എപ്പോഴും, പ്രത്യേകിച്ച് നരേനൊക്കെ ചെയ്യുമ്പോൾ നരേനെ ആലോചിച്ചാണ് വേഷം. ആൻഡ് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇൻസ്പിറേഷനോ എന്തെങ്കിലോ ഈ ആഘോഷത്തിൽ ഈ പ്രൊഫസറിനെ ചെയ്യുമ്പോൾ പോയോ? നമ്മൾ ഒരു പക്ഷെ മൊത്തം സീരിയസ് ആയ ഒരു രൂപമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ അത് നോക്കിയിരുന്നു. കിട്ടിയതല്ല. ചില സബ്ജക്റ്റുകൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉള്ള ക്യാരക്ടേഴ്സ് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ റെഫറൻസുകൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ടി വരിക. അത് നമ്മൾ ചെയ്യാറുമുണ്ട് ചിലപ്പോൾ. പക്ഷെ ഇങ്ങനെ ഈ പടത്തിന് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ഇത് കുറച്ചും കൂടിയും സിമ്പിൾ നറേഷനിൽ പോയി, പിന്നെ ഈ ക്യാരക്ടറിന് ഒരു പാസ്റ്റും ഇയാളുടെ ഒരു കുറച്ച് ഇമോഷണൽ ഷെയ്ഡ്സ് ഒക്കെ വന്നിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ അമലിന്റെ ബ്രീഫിംഗ് വളരെ ക്ലിയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു റെഫറൻസ് നമ്മൾ എടുക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴാണ് ഞാനതിങ്ങനെ ആലോചിക്കണത് ആക്ച്വലി. കാരണം ചില സിനിമകൾക്ക് അത് ആവശ്യം വരും. നമ്മൾക്കിത് എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മുടെ ചേട്ടന്മാര്, നമ്മൾക്ക് ഇഷ്ടംപോലെ ലൈബ്രറി ഉണ്ടല്ലോ, നമ്മുടെ ഇഷ്ടംപോലെ മഹാനടന്മാര് അഭിനയിച്ചതൊക്കെ പിന്നെ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ചിലപ്പോൾ അത് വരും നമ്മളിലേക്ക്. അത് നമ്മൾക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. ഈ കരിയറിന്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ നരേന്റെ ഭാഗമേ ആവുള്ളൂ എന്നുള്ളത് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കാക്കി ചട്ടയൊക്കെ റീമേക്ക് ചെയ്യാനൊക്കെ കുറെ ട്രൈ ഔട്ട് ചെയ്യും, അതിനുവേണ്ടി കുറെ മാറും. അതെന്റെ അമ്മ പഠിപ്പിച്ചതാണ്. പക്ഷെ അത് ഒരു സാധ്യതയായിട്ട് ഉപയോഗിക്കരുതെന്ന് പറയുന്നിടത്തൊക്കെ തിയേറ്ററിൽ കയ്യടിയായിരുന്നു. അപ്പം ഇപ്പൊ കുറച്ചും കൂടി നരേൻ ആവേശങ്ങളിലേക്കും എല്ലാ സ്പെക്ട്രത്തിലേക്കും ഫിറ്റിനാവുന്ന പോലെ അങ്ങനെ ഒരു, അതുകൊണ്ടാണ് പെട്ടെന്ന് ചൂസ് ചെയ്യുന്നത്. ഞാൻ ഈ കുറച്ചധികം പടങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. പല പടങ്ങളും നേരത്തെ കാക്കിച്ചിട്ട് കുറെ ചിലവരുടെ ഫൈറ്റ് കുറച്ചും കൂടി സമയമെടുക്കും, ചിലവരുടെ വളരെ എളുപ്പമായിരിക്കും ചിലവരുടെ ലൈഫിന്റെ യാത്ര. അപ്പൊ എനിക്ക് പലപ്പോഴും ഞാൻ വളരെയേറെ ആഗ്രഹിച്ച് അതിന്റെ പിന്നാലെ പോയി നടന്ന് ശ്രമിച്ചിട്ടുള്ള പടങ്ങള് ഒന്നും തന്നെ നടന്നിട്ടില്ല എത്രയോ വർഷങ്ങളായിട്ട്. അതെന്തോന്ന് എനിക്കറിയില്ല. പല കാരണങ്ങളായിരിക്കാം. ലാസ്റ്റ് മിനിറ്റിലായിരിക്കും പല ചേഞ്ചസും വരിക. ചില പ്രൊഡക്ഷനിൽ നിന്ന് പോകുന്നു, ചിലപ്പോൾ സ്ക്രിപ്റ്റിങ്ങിൽ പെട്ടെന്നൊരു ആശയക്കുഴപ്പം വരുന്നു. അപ്പൊ നമ്മൾ നമ്മുടേതായ രീതിയിൽ നിൽക്കുന്നു, അദ്ദേഹം അവരുടേതായ രീതിയിൽ നിൽക്കുന്നു, പലതും നടക്കാം. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാൻ തീരുമാനിച്ചു. കാരണം നമ്മൾ ചെയ്യണമെന്ന് വളരെ ആത്മാർത്ഥമായി ട്രൈ ചെയ്യുന്ന പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ പിന്നെ നമ്മൾ നേച്ചറിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടായിരിക്കാം എൻ്റെ തോട്ടിൽ നിന്നും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പൊ കുറച്ചധികം പടങ്ങൾ വരുന്നതും. അതായിരിക്കാം ചിലപ്പോൾ നേച്ചർ തീരുമാനിച്ചതായിരിക്കാം. കുറെ കാലം ചെറുപ്പക്കാരനായിരുന്നല്ലോ, ഇപ്പൊ പ്രൊഫസർ കുറെ കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഫസർ ആയിട്ടാണ്. എന്നാ പിന്നെ അധികം മെച്ചൂരിറ്റി വേണ്ടല്ലോ, അധികം പ്രായം തോന്നിക്കണ്ടല്ലോ എന്നുള്ളത്. കാരണം ഈ ക്യാരക്ടറൈസേഷൻ അങ്ങനെയാണ്. ഇയാള് വളരെ ഒരു ചെറിയൊരു നിഷ്കളങ്കത ഉണ്ട്. പിന്നീടാണ് അറിയുന്നത് ഇതൊന്നും അല്ല, ഇയാൾ വേറൊരു ഷെയ്ഡ് ഉണ്ടെന്ന്. അതാണ് പറഞ്ഞ കഥ റിവീൽ ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് പ്രൊഫസർ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു, അധികം സീരിയസ് ഒന്നും അല്ലാതെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരു ബോയ് നെക്സ്റ്റ് ഡോർ പ്രൊഫസറാണ് അദ്ദേഹം. ഏജിങ് ബോധർ ചെയ്യുന്നുണ്ടോ? ഇല്ല.
ഈ പേഴ്സണൽ ഇന്റർവ്യൂ ആണ് നിങ്ങൾ വേറെ ഒരു പുള്ളി ഒരു ചാനലിനുള്ള ഒരു കണ്ടന്റ് ഉണ്ടാക്കുക പുള്ളിയുടെ മോനെ പേഴ്സണൽ ഇന്റർവ്യൂ അല്ലേ ഇത് പ്രസ് മീറ്റാ. 2-3 ഞങ്ങൾ 3 പേരാണ് ആദ്യം കഥ കേൾക്കാൻ വേണ്ടി പോയത്. അപ്പൊ ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് പോയ വഴിക്ക് ഞങ്ങൾ കാറിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നൊരു ലേഡിയാണ്, 2 സാധാരണ പൊതുവേ നമുക്കൊരു മുൻവിധി ഉണ്ടല്ലോ, ഒരു സ്ത്രീകൾ അല്ലെങ്കിൽ ലേഡീസ് ആരെയും കഥ പറയുമ്പോൾ അതിൻ്റെ അത് വരാവുന്ന കുറച്ച് എലമെന്റ്സ് ഈ സെന്റിമെന്റ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു പരിപാടി അങ്ങനെ വിചാരിച്ചു. ഒരു തിയേറ്ററിക്കൽ എലമെന്റ്സ് ഒന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ ആ ഒരു ധാരണ ഞങ്ങൾ പോകുന്നത്. എന്നാൽ നമ്മൾ മീറ്റ് ചെയ്തു, കാണുന്നു, സംസാരിക്കുന്നു, നമുക്ക് നോക്കാന്നൊക്കെ ബേസിൽ പോവാണ്. ഞങ്ങളവിടെ ചെന്നു, അതേ മുൻവിധിയോടെ ഞങ്ങൾ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇവിടെ എനിക്ക് എയർപോർട്ടിനടുത്ത് ഹോട്ടലിൽ ഞങ്ങൾ ഇരുന്നേ. അപ്പോൾ ചേച്ചി വന്നു, ഞങ്ങളുടെ കഥ പറഞ്ഞ പരിചയപ്പെട്ട് കഥയൊക്കെ പറഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനൊക്കെ നേരെ വിപരീതമായിട്ട് ശരിക്കും ഒരു തിയേറ്ററിക്കൽ പടത്തിന് വേണ്ട എല്ലാ എലമെന്റ്സും ഉള്ള പോലത്തെ ഒരു നല്ലൊരു കഥയാണ് ലിസ് ചേച്ചി പറഞ്ഞത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ 10-20 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് സ്പിരിച്വലി ആണെങ്കിലും അല്ലാതൊക്കെ അത്യാവശ്യം എനിക്കൊന്ന് ഇന്റർനാഷണൽ ലെവലിലൊക്കെ പല സ്ഥലത്തും യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും ബന്ധങ്ങളൊക്കെ ഉള്ള ആളാണ് ചേച്ചി, ഒത്തിരി ബന്ധങ്ങളുള്ള ആളാണ്. അപ്പം അവിടെ നിന്നൊക്കെ കണ്ടും കേട്ടുമായിട്ടുള്ള പല എലമെന്റ്സ് ഒക്കെ ഓർത്തിണക്കിക്കൊണ്ടാണ് ചേച്ചി കഥ ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ മാത്രമല്ല, ഇപ്പം ആദ്യം ചേച്ചി പറഞ്ഞ പോലെ തന്നെ CM ഗ്ലോബൽ എന്നുള്ള ഇവരുടെ ബാനറിൽ ചെയ്യുന്ന പടങ്ങൾ ചെയ്യുമ്പം വെറുതെ എന്തെങ്കിലും ചെയ്യാതെ ആ ചെയ്യുന്ന സിനിമകൾ കൊണ്ട് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉദ്ദേശവും ഈ ബാനറിനുണ്ട്. അത് ആദ്യമേ പറഞ്ഞിരുന്നു. കാരണം നമ്മൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫാമിലി ആയിട്ട് എല്ലാ ആൾക്കാർക്കും കയറി കാണാൻ പറ്റുന്ന എലമെന്റ്സ് ഒക്കെ ഉള്ളൊരു പടം അങ്ങനെ ചെയ്യണം നമുക്ക്. അല്ലാതെ വെറുതെ പടത്തിന് വേണ്ടി അനാവശ്യപ്പെട്ട കുറെ കാര്യങ്ങൾ ഗിമിക്ക് കാണിക്കണം. നമ്മളിപ്പം അത് മാത്രമല്ല, ഈ കഥ ഞങ്ങളിവിടെ ഫസ്റ്റ് നരൻ ഭായിയോടും ബോബിച്ചേട്ടും ജയ്സേട്ടും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇവർക്കും ഈ കഥ കേട്ടപ്പോൾ ഇവർക്ക് ഇഷ്ടമായി. അപ്പം കേട്ട പാടെ തന്നെ ഞങ്ങളെ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ എനിക്കൊന്ന് ബോബിച്ചേട്ടൻ വന്ന് ലണ്ടനിൽ നിന്ന് വരുന്ന വരവാ. ലണ്ടനിൽ നിന്ന് വന്ന് നേരെ ഇദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ ഞങ്ങൾ രാവിലെ ഒരു ദിവസം 10 മണിക്ക് ഞങ്ങൾ ഇരിക്കുന്നു. അപ്പം അന്ന് നരേൻ ഭായി വന്നിട്ടുണ്ടായിരുന്നു, ജയ്സേട്ടൻ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഞാൻ ഇവരെ ഒരുമിച്ച് വീണ്ടും നറേറ്റ് ചെയ്തു. നരേൻ ഭായി നേരത്തെ നറേറ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞാൻ വീണ്ടും ഇവരുടെ എല്ലാവരും നറേറ്റ് ചെയ്തു. എല്ലാവർക്കും ഒരേപോലെ ഇവരുടെ ക്യാരക്ടേഴ്സും ഈ കഥയും ഇഷ്ടാവുകയാണ്. അന്ന് ഇവര് തന്നൊരു കോൺഫിഡൻസും ഇവര് തന്നൊരു കയ്യുണ്ട്. അതാണ് അന്ന് തുടങ്ങിയൊരു ജേർണിയാണ് ഈ നിമിഷം വരെ ഇവിടെ എത്തി നിൽക്കുന്നു. പേര് പോലെ തന്നെ ആഘോഷമായിട്ട് തന്നെ. പിന്നെ ബോബിച്ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ബോബിച്ചേട്ടൻ ലൊക്കേഷനിൽ ഉണ്ടെങ്കിൽ ലൊക്കേഷൻ വേറെ വൈബാ. കാരണം ബോബിച്ചേട്ടൻ ഉള്ള സമയവും ഇല്ലാത്ത സമയവും കൃത്യമായിട്ട് അറിയാം. ഇവിടെ മിക്ക ആൾക്കാർക്കും ഇദ്ദേഹത്തെ പേഴ്സണലി അറിയാവുന്ന തോന്നുന്നു. കാര്യം അത്രയും എനർജിയാണ്. പിന്നെ ഇവരുടെ ഒരു കോമ്പിനേഷനും ഭയങ്കര രസമാണ്. നരേൻ ഭായ്, ജയ്സേട്ടൻ, ബോബിച്ചേട്ടൻ, അല്ലെങ്കിൽ മക്ബുൽ ഇവിടെ മക്ബുല്, ഇവരുടെയൊക്കെ ഒരു കോമ്പിനേഷൻ അപാര കോമ്പിനേഷനാണ്. അപ്പൊ നമ്മൾ ഓഫ് സ്ക്രീൻ ആണെങ്കിലും ഓൺ സ്ക്രീൻ ആണെങ്കിലും ഭയങ്കര രസമായിട്ട് ഇവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഈ കഥ എല്ലാവർക്കും തന്നെ കണക്ട് ആയിട്ടുള്ള, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ കഥയായിരുന്നു. ആ ഒരു കോൺഫിഡൻസിലാണ് ഇവരെല്ലാവരും ഈ പടത്തിന് കൈ തന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഈ ആക്ടേഴ്സിന്റെ അടുത്ത് എന്നെ ഞാൻ ആ ക്യാരക്ടർ കേട്ട് കഴിഞ്ഞപ്പോൾ കിങ്സ് ബിന്നി എന്ന് പറയുന്ന എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാം. എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ സിനിമ കമ്മിറ്റ് ചെയ്തത്. അതിനകത്ത് ചെറിയൊരു മാസും ഇച്ചിരി കോമഡിയും എല്ലാം കൂടെ ചേർന്നൊരു ക്യാരക്ടറാണ് എൻ്റെ. അപ്പം അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, കാരണം ഒരുപാട് ടെൻഷൻസ് ഒന്നും ഇല്ല, വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്ന് തോന്നി. പിന്നെ അതിൻ്റെ ടീം, ഞങ്ങളെല്ലാവരും ഇതിൻ്റെ നായകനും നരനും ജെയ്സും എല്ലാവരും കൂടെ ഇരുന്നാണ് ഒന്നിച്ചാണ് കഥ കേൾക്കുന്നത്. അപ്പോൾ കേട്ടപ്പോൾ തന്നെ അവരവരുടെ ക്യാരക്ടേഴ്സ് എല്ലാവർക്കും തന്നെ വർക്കായി. എനിക്കൊന്ന് ജെയ്സിനെ ഒഴിച്ച് പള്ളിയിലച്ഛൻ്റെ കോമഡി പറഞ്ഞാണ് കേട്ടോ. ജെയ്സും ഒരു വ്യത്യസ്ത ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമ സംഭവിച്ചത്. എല്ലാവരും എന്താ പറയുന്നത്, എൻജോയ് ചെയ്തിട്ടുണ്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. എക്സ്പീരിയൻസുകളിൽ നിന്നും അങ്ങനെ പല ക്യാരക്ടേഴ്സ് പിക്ക് ചെയ്തിട്ട് ഒരു കഥ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒരാളുടെ മാത്രം ലൈഫ് സ്റ്റോറി അങ്ങനെ റിയലിസ്റ്റിക് സബ്ജക്റ്റ് അല്ല അത്. എവിടെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തല്ലോ പല കാര്യങ്ങൾ ഓർത്തുണക്കിക്കൊണ്ട് ചേച്ചി ഉണ്ടാക്കിയ ഒരു കഥയാണത്. ഈ നരമ്പായിക്കാണ് എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് യോജിക്കാൻ പറ്റിയില്ല. പിന്നെ അതങ്ങ് വിട്ടു. പിന്നീട് ഏകദേശം ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു നിമിത്തം പോലെ നമ്മുടെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് ഗുമസ്തനെ കുറിച്ച് പറയായിരുന്നു. അങ്ങനെ റീസെന്റ് ഗുമസ്തൻ കണ്ടു, നീ അതിൽ ഞാനൊരു ലാസ്റ്റ് സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതെ. അപ്പോ എന്തോ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അവര് ആ ടീം ഒരു മാസം മുമ്പ് ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവര് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതങ്ങ് ആ സബ്ജക്റ്റ് അവര് റീവർക്ക് ചെയ്യാണ്. പക്ഷെ അതിപ്പോ ചിലപ്പോൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്തിട്ടുണ്ടാവും. ഇത് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറയുക, ചിലപ്പോൾ അവർ റീവർക്ക് ചെയ്തിട്ട് അത് വേറെ ആരെങ്കിലും വെച്ച് ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഞാൻ പിന്നെ അത് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അത് പറഞ്ഞ് വിത്തിൻ 2-3 hours 2-3 മണിക്കൂറിന് ശേഷം ജെയ്സ് വിളിക്കുകയാണ്.
ഭയങ്കര ഓക്കെ ജെയ്സ് വിളിച്ചു. ഞാനത് ഭയങ്കര നിമിത്തമായിട്ട് തോന്നി. കാരണം ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഒരു മാസം മുമ്പ് കേട്ട കഥയെ കുറിച്ച് പറഞ്ഞ് അത് നമുക്ക് വർക്കൗട്ട് ആയില്ല. പക്ഷെ ചിലപ്പോൾ അത് റീവർക്ക് ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ടോ അവർ എൻ്റെ അടുത്ത് വന്നില്ല, ചിലപ്പോൾ വേറെ ആരെങ്കിലും അടുത്ത് പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഇരിക്കെ ജെയ്സ് വിളിച്ച് പറയുകയാണ്, ഭയ നമുക്ക് ആ കഥയൊന്ന് നാളെ കേട്ടാലോ. അതെനിക്ക് ഭയങ്കര നിമിത്തമായിട്ട് തോന്നി. അപ്പോഴാണ് എന്നിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ബോബിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ബോബിയുടെ അടുത്ത് അന്ന് പിറ്റേ ദിവസം പറയണു, വന്ന് നോക്കിയപ്പോൾ ഞാൻ വളരെ കൺവിൻസ്ഡ് ആയിരുന്നു ഇത്തവണ. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇതിലേക്കുള്ള എൻട്രി. പിന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എനിക്കറിയില്ല, അത് ചേച്ചി തന്നെ പറയേണ്ടി വരും. അതായത് ഞങ്ങൾ ആദ്യം നമുക്ക് ഈ ക്യാരക്ടർ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡയലോഗ്സ് ആണെങ്കിലും ബാക്കി അല്ലെങ്കിൽ പല സീൻസ് നമ്മൾ എഴുതുമ്പോഴൊക്കെ അതൊക്കെ പറയാം, വരട്ടെ സമയം. അപ്പോ പല ഡയലോഗ്സും പല സീൻസും ഒക്കെ നരൻഭായി മനസ്സിലാണ് നമ്മൾ എഴുതിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നരൻഭായി ഈ പടത്തിൽ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ആദ്യം പറഞ്ഞ കഥയിൽ നിന്ന് കുറച്ച് കറക്ഷൻസ് ചെയ്ത് റീവർക്ക് ചെയ്തിട്ട് വീണ്ടും നരേൻ റോയെ വേണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ റീവർക്ക് ചെയ്ത് ഇദ്ദേഹത്തെ കേൾപ്പിക്കുകയായിരുന്നു. അപ്പൊ ആ രണ്ടാമത്തെ വേർഷൻ ഇവർക്ക് വർക്കായി, ഇഷ്ടമായി. അങ്ങനെയാണ് വീണ്ടും ഈ പടം കമ്മിറ്റ് ചെയ്യുന്നത്. അല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ആഘോഷമാക്കിയിട്ട് നമുക്ക് പിന്നീട് അതും ഒരു ആഘോഷമാക്കാം. ഇപ്പൊ പെട്ടെന്ന് പറയാനുള്ളത് 27-ാം തീയതി ഓഡിയോ ലോഞ്ച് ആണ് മലേഷ്യയിൽ വെച്ചിട്ട്. അപ്പൊ അതിന് പോണം, ഇത് മാത്രമേ പറയുന്നുള്ളൂ. ശരി. അച്ഛൻ വിളിച്ചിട്ടുമില്ല, അപ്പൊ ഇതിൽ വിളിച്ചോണ്ട് ഇതിലോട്ട് വന്നു. ഇപ്പൊ നമ്മുടെ പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് നടനായിട്ട് നമ്മുടെ പടത്തിൽ ജോജു ജോർജ് അഭിനയിക്കുന്ന പടത്തില് ഷാജി സാറിന്റെ ബോബിച്ചേട്ടനുണ്ട്. ഷാജി സാറിന്റെ അതായത് സ്വന്തം അച്ഛന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ ഋഷിൻ വന്നിരിക്കുന്നത്. അതെ അതെ, അവിടെ ചെന്നിട്ട് ഞാൻ എന്റെ അസോസിയേറ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ വരുന്നുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട് അച്ഛൻ്റെ അടുത്ത് ക്യാരക്ടർ തരുമോ. ക്യാരക്ടർ ഇല്ല. അതെ, ഉണ്ടെങ്കിൽ പറയൂല്ലോ. ഇല്ല, തോന്നിയിട്ടില്ല. ഇല്ല തോന്നിയിട്ടില്ല. അച്ഛൻ പറഞ്ഞതാണ് കറക്റ്റ്. ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാവരും നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഭയങ്കര ഫണ്ണായിട്ടാണ് നമ്മളിത് ഫുള്ളി വർക്ക് ചെയ്തത്. അത്രയും ആർട്ടിസ്റ്റിന്റെ കൂടെ ഇത്രയും ക്രൂ മെമ്പേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ബോബിച്ചേട്ടാ, ലാൽ സാറൊക്കെ ചെയ്യുന്ന ആഘോഷങ്ങൾ അറിയാം, ബേസിക്കലി ഫുഡൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ആളുകളോട് തമാശ പറഞ്ഞിട്ട്, ഇതൊക്കെ അവിടെ നിന്ന് വരുന്ന ഒരു ലൈഫ് ലെസൺ ആണോ? ദാറ്റ് നമ്മൾ ലൊക്കേഷനിൽ കുറച്ചുകൂടി ഈസിയായി ഫ്രീ ആയി ജോവിയലായാൽ നല്ല പെർഫോമൻസസ് ചേൺ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് അങ്ങനത്തെ ഒരു സൈക്കോളജിയിൽ നിന്ന് വരുന്നതാണോ? ഐ മീൻ ബീയിങ് ഹാപ്പി എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു പണിയല്ല. അപ്പം ഞാൻ മാക്സിമം എൻ്റെ ത്രൂ ഔട്ട് ലൈഫിലും അല്ലാതെയും പോസിറ്റീവ് എനർജി ആയിരിക്കും അന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പം എൻ്റെ കൂടെ പെർഫോം ചെയ്യുന്ന ഒരാൾ ഒരു ബാഡ് മൂഡിലോ പേഴ്സണൽ ലൈഫിലും എല്ലാത്തിനും മാക്സിമം ഈ എല്ലാവരും നമ്മുടെ സന്തോഷം പോകുന്നല്ലാതെ ഒരു ഗുണമില്ല. അതുകൊണ്ട് അപ്പം മാക്സിമം ഹാപ്പി ആയിട്ട് ജോയ് ആയിട്ടിരിക്കുക, പ്രോബ്ലംസ് എല്ലാം ഡീൽ ചെയ്യുക ഓൺ ദ സൈഡ്. അപ്പം ഞാൻ പൊതുവേ ചിന്നം ചിയർഫുൾ ഒരാളാണ്, അതാണ് എനിക്കിഷ്ടവും. ഹീറോയിനോടാണ് ഇത് മാറും ഈ സിനിമയ്ക്ക് റൂമപ്പ്. പ്രത്യേകിച്ച് നരേൻ ചേട്ടൻ വരുമ്പോൾ ഒരു ഓബിയസ്ലി നരേൻ ചേട്ടൻ ഒരു കോളേജ് ചിത്രത്തിൽ വരുമ്പോൾ ഓബിയസ്ലി നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ക്ലാസ്മേറ്റ്സിലെ റൊമാൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ വീണ്ടും ഒരു കോളേജ് സിനിമ വരുന്നു, അതിലേക്ക് ഒരു മലർമിസായി മാറുമോ? മലർമിസായി മാറാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് റൊമാൻസിനുള്ള ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ സിനിമയ്ക്കകത്ത് പക്ഷെ അതിനുള്ള ചാൻസ് കിട്ടിയില്ല. അത്രയും ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ സ്ക്രിപ്റ്റിൽ. അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഒരു കുട്ടി മലർമിസ് ആവാനുള്ള ചാൻസ് അമലേട്ടൻ തന്നായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ഇപ്പൊ തന്നെ ഈ ട്രെയിലറും ആ മുരളിയില്ലേ, അത് പുള്ളി അധ്യാപകനായിട്ട് ഇവിടെ വരുന്നത്. അങ്ങനെയായി ഇപ്പൊ ചോദ്യം ചോദിച്ചു. അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പടം അദ്ദേഹത്തിന്റെ മോളുടെ പടമാണ്, വിസ്മയ മോഹൻലാലിനോട്. ഞാൻ ഇപ്പം ഇങ്ങോട്ട് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമുണ്ട് മോഹൻലാൽ സാറിൻ്റെ കൂടെ ഒരു പടം ചെയ്യണം. ഞാൻ മോഹൻലാൽ സാറിനോട് അഭിനയിച്ചിട്ടുണ്ട്. ഡ്രാമ എന്ന് പറയുന്നത് ഞാനിവിടെ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ
എനിക്ക് 2-3 കോളുകൾ വന്നു ലാൽ സാറിനോട് അഭിനയിക്കാൻ. ഒന്ന് ബബുബായിൽ സാറിൻ്റെ കൂടെ ചെയ്യാൻ എനിക്ക് വന്നു. അന്ന് ഞാൻ ആഘോഷത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ദൃശ്യം 3 എനിക്ക് ജിത്തു സാർ വിളിച്ചു. അന്ന് ഞാൻ UK-ലായിപ്പോയി. അങ്ങനെ 2-3 കോളുകൾ വന്നു. സോ ഐ എം വെയിറ്റിംഗ് ഫോർ എ മൊമെന്റ് സാറിൻ്റെ കൂടെ ഒരു ത്രൂ ഔട്ട് ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം. ചോദ്യം അതല്ല അല്ലേ, ചോദിച്ചത് ലാൽ സാറിന് എന്താണ് ഇപ്പം ഫുൾ സപ്പോർട്ട്. ഞാൻ അഭിനയിച്ച സീൻസ് തുടക്കത്തിൻ്റെ സാറ് കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു, നന്നായിട്ടുണ്ടെന്നും പറഞ്ഞു. നന്നായിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പം ലാൽ സാറ്, ഞാൻ ഇതിനകത്തോട്ട് ഈ പണി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടാണ് എല്ലാവരോടും, എനിക്കറിയാവുന്ന ആൾക്കാരോടെല്ലാം ഞാൻ ചോദിച്ചു, ഞാൻ ഇത് ചെയ്യണോ, ഇത് ഇനി മുന്നോട്ട് അഭിനയിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ മുന്നോട്ട് പോകാൻ പറഞ്ഞ ഒരാളാണ് മോഹൻലാൽ. സോ ഹിസ് ബ്ലെസ്സിങ്സ് ഇതായി. മൂവി തന്നെയാണ്. പിന്നെ എന്താ പറയാ, എപ്പോഴും ഒരു വർക്ക് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചൂസ് ചെയ്തതാണ് മിനി സ്ക്രീൻ. പിന്നെ ആക്ടിങ് അല്ലേ, എന്താണെങ്കിലും ഇഷ്ടമാണ്, ആക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഏത് വർക്കായാലും ചെയ്യുന്നുള്ള രീതിയിൽ ചെയ്യും. ഇതിലെ കഥാപാത്രം എത്രത്തോളം ഡീപ്പാണ്? എങ്ങനെയാണ് കഥാപാത്രം? ഇതിലെ കഥാപാത്രം ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല, അത് സസ്പെൻസ് ആണ്. നേരിട്ട് സ്ക്രീനിൽ തന്നെ കാണാം. നമുക്കിപ്പോ നരേൻ ചേട്ടനായിട്ടായാലും ബോബി ചേട്ടനായിട്ടായാലും ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യായിരുന്നു. അവർ അതിലേറെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മുടെ ഡയറക്ടർ സാറായാലും, ഞാൻ മുമ്പൊരു പരിപാടിക്ക് പോയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നോർമലി ആദ്യത്തെ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ അമൽ സാർ ടേക്ക് ഓക്കെ ആണോ സാർ, ഇത് ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവര് നമ്മളോട് പെരുമാറുന്നത് കണ്ട് പിന്നീട് ഞാൻ ആൻഡ് ഒരുപാട് വലിയ ആർട്ടിസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചില്ല. എന്താ പറയാ, ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഞാൻ. ആൻഡ് ഒരുപാട് മീഡിയക്കാരൊക്കെ ഉണ്ട്, കുറെ സ്പീച്ചൊക്കെ പഠിച്ചു വന്നതാ, മറന്നുപോയി. എല്ലാവരും പടം കാണുക, നല്ല പരിപാടി ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.